7 ദിവസത്തെ പൂരം കഴിഞ്ഞ 8ാം നാൾ വേലയാണ്. വേലയോടുകൂടി ഈ വർഷത്തെ പൂരം അവസാനിച്ചു. അപ്പം ഇനി ഒരു വർഷത്തെ കാത്തിരിപ്പ് കേട്ടോ അടുത്ത പൂരത്തിനായിട്ട്. അപ്പോൾ നമ്മളെല്ലാവരും കൂടെ വേല കാണാൻ വേണ്ടി ടൗണിലേക്ക് വന്നിരിക്കുകയാണ്. അമ്പലപ്പറമ്പിൽ പോയാലും വേല കാണാം, പക്ഷെ നല്ല തിക്കും തിരക്കുമാണ്. അതുകൊണ്ട് നമ്മളെല്ലാവരും കൂടെ ടൗണിലേക്കാണ് വന്നിട്ടുള്ളത് വേല കാണാൻ വേണ്ടി. 5:45 6 മണി ആ ടൈമിൽ ഞങ്ങൾ ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. പക്ഷെ വേല വരാൻ തുടങ്ങിയത് രാത്രി ഒരു 7 മണിയായി കാണും. അത്രയും നേരം നിന്നിട്ട് തലവേദനിക്കാൻ തുടങ്ങി കേട്ടോ. അപ്പോൾ എല്ലാവരും കൂടെ ഒരു ചായ കുടിക്കാമെന്ന് വിചാരിച്ചു ചായ കുടിക്കുകയാണ്. ചായ കുടി കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞത് ഇതേ വേലകൾ ഓരോന്നായി സ്റ്റാർട്ട് ചെയ്തു. ഓരോ വേലയും ഓരോ ദേശത്തെ പ്രതിനിധീകരിക്കുന്നു. അതായത് 7 ദേശങ്ങളുടെ പൂരമാണ് കേട്ടോ മണ്ണാർക്കാട് പൂരം. അതുകൊണ്ട് തന്നെ 7 വേലകൾ ഉണ്ടാവുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ആദ്യം വന്നത് ഇങ്ങനെ ഒരു വിഗ്രഹ രൂപവും അതിന്റെ കൂടെയുള്ള ബാൻഡ് സെറ്റുമാണ്. ഓരോ വേലയുടെ പിന്നാലെയും ആ നാട്ടിലെ ആളുകൾ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ അത്രയും തിരക്കുകളാണ് കേട്ടോ. ഓരോ വേല കഴിയുന്തോറും പിന്നാലെ അമ്പലത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ പിന്നെ അമ്പലത്തിലേക്ക് പോയി കാഴ്ചകൾ കാണാന്നുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. പിന്നെ അടുത്തതായി വന്നത് എന്താന്ന് വെച്ചാൽ തറയും പൂതനുമാണ്. ഇവർ അവിടെ നിന്നിട്ട് 2-3 സ്റ്റെപ്പൊക്കെ ഇട്ട് ഡാൻസ് ഒക്കെ കളിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ 7ാം നാൾ പൂരത്തിന്റെ അന്ന് നമ്മളെ വീടുകളിലൂടെയും വരാറുണ്ട്. ശേഷം 8ാം നാൾ ചെട്ടിവേലയ്ക്കും വരും കേട്ടോ. പിന്നീട് വന്നത് ഇങ്ങനെ ഒരു വിഗ്രഹമാണ്. ഈ ഒരു രൂപമായിരുന്നു. അപ്പോഴത്തേക്കും ഇതേ കാഴ്ചക്കാരുടെ എണ്ണവും കൂടിയിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ അടുത്ത വേലയ്ക്ക് വേണ്ടിയുള്ള വെയിറ്റിംഗിലാണ്. പോലീസുകാർ നല്ല രീതിയിൽ നിയന്ത്രിക്കുന്നുണ്ട് എല്ലാം. തിക്കോ തിരക്കോ അടിയോ ഒന്നും ഇല്ലാതെ തന്നെ അവർ നല്ല രീതിയിൽ നോക്കുന്നു, ശ്രദ്ധിക്കുന്നുണ്ട്. അവരെ കയ്യിൽ വടിക കാണുമ്പോൾ തന്നെ നമുക്ക് പേടിയാണ് കേട്ടോ. പിന്നെ ബാൻഡ് സെറ്റിന്റെ കൂടെ നാടത്തെ കുട്ടികളൊക്കെ ഡാൻസ് കളിച്ചിട്ടൊക്കെയാണ് പോണത് വേലയുടെ കൂടെ. പിന്നെ അത് ഇങ്ങനെ ഓരോരോ രൂപങ്ങളാണ് കേട്ടോ 3rd വേലയിൽ ഉണ്ടായിരുന്നത്. അതും അടിപൊളിയായിരുന്നു. അവരുടെ വകയും ഡാൻസ് ഒക്കെ ഉണ്ടായിരുന്നു. ഈ രൂപങ്ങളെ കാണുമ്പോൾ വലിയ പേടിയൊന്നും ഇല്ലെങ്കിലും ഇവർ നമ്മുടെ അടുത്തേക്ക് വരികയാണ് കേട്ടോ കൈ വീശിയിട്ട്. ആ സമയത്ത് ഞങ്ങൾ നന്നായി പേടിച്ചു. നമ്മുടെ ഫോണ് തട്ടിപ്പറിക്കാനൊക്കെ വരികയാണ് കേട്ടോ വീഡിയോ എടുക്കുമ്പോൾ. ഞങ്ങൾ അവിടെ നിന്ന് കൂകുകയായിരുന്നു പേടിച്ചിട്ട്. ഇങ്ങനത്തെ രൂപങ്ങൾ 2-3-4 ടൈപ്പ് ഉണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് വേറൊരു ടൈപ്പ് തറയും പൂതനാണ് വന്നത്. ഇങ്ങനെ കരടിയുടെ രൂപം മാത്രമല്ല കേട്ടോ, പിന്നീട് വന്നത് ബൊമ്മകളായിട്ടാണ്. പക്ഷെ അതിന്റെ ഉള്ളിൽ നിൽക്കുന്ന ആൾക്കാരുടെ ഒരു കഷ്ടപ്പാട്. അവർ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചേഞ്ചായി ആളുകൾ മാറി വന്നിട്ട് ആ ഡ്രസ്സ് ഇട്ടുകൊണ്ട് നിൽക്കുകയായിരുന്നു കേട്ടോ. അതായത് ഒരാളല്ല അതിന്റെ ഉള്ളിൽ ഇരിക്കുന്നത്. കുറച്ചു നേരം ഒരാൾ നിന്നിട്ട് പിന്നീട് വേറൊരാൾ വന്ന് കയറുകയാണ്. ഇത്രയും ബുദ്ധിമുട്ടും ചൂട് കണ്ടിട്ട് അതിന്റെ ഉള്ളിൽ നിൽക്കാൻ വേണ്ടിയിട്ട് അവരുടെ കഷ്ടപ്പാട് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. പൂച്ച, മുയല്, കരടി അങ്ങനെ ഓരോരോ വ്യത്യസ്ത രൂപങ്ങളായിരുന്നു പിന്നീട് വന്നതെല്ലാം. അവരുടെ കൂടി ഇങ്ങനെ ഓരോരോ ബാൻഡ് സെറ്റും കാര്യങ്ങളും ഉണ്ടായിരുന്നു. ഇപ്രാവശ്യം എന്താണെന്നറിയില്ല, ഏറ്റവും കൂടുതൽ വന്നത് തറയും പൂതനും ആണ്. കഴിഞ്ഞ പ്രാവശ്യങ്ങളിലെല്ലാം DJ അതുപോലെ തന്നെ ലൈവ് ഡാൻസ് അങ്ങനെയൊക്കെ ആയിരുന്നു. പ്രാവശ്യം അധികം ഇങ്ങനെ ഓരോരോ ബൊമ്മകളും പിന്നെ തറയും പൂതനുമാണ് വന്നത്. ഈ ഒരു കാഴ്ച ഭയങ്കര ഭംഗിയായിരുന്നു നേരിട്ട് കാണാൻ വേണ്ടിയിട്ട്. പോമ്പർ പൊട്ടിക്കണത് നമ്മുടെ തലയുടെ ഒക്കെ പേപ്പർ വീഴുമ്പോൾ നല്ല ഭംഗിയാണ് ഫോട്ടോയിലൊക്കെ കാണാൻ വേണ്ടിയിട്ട് കേട്ടോ. അതായത് ഈ ഒരു അച്ഛമ്മേനെ നമ്മൾ അവിടെ നിന്നിട്ട് പരിചയപ്പെട്ടതാണ്. എത്ര വെയ്യെങ്കിലും അവര് നാട്ടിലെ ഈ വേലയൊക്കെ കാണാൻ വേണ്ടിയിട്ട് ദൂരത്തു നിന്നാണെങ്കിലും വന്നിട്ടുള്ളത് ഇല്ലേ. ലാസ്റ്റ് ആയിട്ട് വന്നതും പൂതനും തറയും തന്നെയാണ് കേട്ടോ. അപ്പൊ പിന്നെ വേലകളെല്ലാം അവസാനിച്ചു. പിന്നെ ഞങ്ങൾ പോകുന്ന വഴിക്ക് കുറച്ച് അലുവിയും പൊരിയും മുറുകൊക്കെ വാങ്ങിയിട്ടാണ് കേട്ടോ വീട്ടിലേക്ക് നടന്നത്. അപ്പൊ ഇന്നത്തെ വ്ലോഗ് ഇത്രയേ ഉള്ളൂ. നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ.